പ്രേമലു എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം മമിത ബൈജുവിന് തമിഴിലും ഫാൻസുണ്ട്. തമിഴിൽ ഇതിനോടകം അരങ്ങേറ്റം നടത്തിയ മമിതയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ദളപതി 69. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനിരുദ്ധ് രവിചന്ദറാണ് സംഗീതം ചെയ്യുന്നത്. ദളപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രമായിരിക്കും ഇത്. ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടന്നിരുന്നു. ചടങ്ങിൽ നിന്ന് വിജയ്ക്കൊപ്പമെടുത്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് മമിത ബൈജു. മമിത ബൈജുവിനെ കൂടാതെ നരൈൻ, പ്രിയാമണി, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ തുടങ്ങി വമ്പൻ താരനിരയാണ് സിനിമയിലുള്ളത്. 2025 ഒക്ടോബറിൽ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിക്കുന്നത്. അവസാന വിജയ സിനിമയായതിനാൽ തന്നെ വലിയ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയത്. ദളപതി 69 ആയിരിക്കും തന്റെ അവസാന ചിത്രമെന്ന് മുൻപ് വിജയും വെളിപ്പെടുത്തിയിരുന്നു. വിജയുടെ ആരാധികയായ മമിത തനിക്ക് വിജയ്ക്കൊപ്പം അഭിനയിക്കാൻ ഏറെ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിൽ നിരാശ തോന്നിയെന്നും വെളിപ്പെടുത്തിയിരുന്നു. വിജയ് രാഷ്ട്രീയ പ്രഖ്യാപനം പ്രഖ്യാപിച്ച സമയത്ത് ഒരുമിച്ച് അഭിനയിക്കുക എന്ന ആഗ്രഹം സാധിക്കില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കെയാണ് അപ്രതീക്ഷിതമായി ദളപതി 69 അവസരം വരുന്നതെന്നും നടി പറയുന്നു.